ഹലോ ഡിയേഴ്സ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു ഹാഫ് ഡേ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. മുറ്റത്ത് അടുക്കി വെച്ചാൽ ചെടികളും ചട്ടിയൊക്കെ കണ്ടപ്പോൾ കാര്യം എന്തെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ അടുത്ത് ചെടികളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തത്. അപ്പോൾ കുട്ടികൾ ഒരുപാട് ചെടികൾ കൊണ്ടുവന്നു. മണി പ്ലാന്റും പിന്നെ വെള്ളത്തിലിട്ട് വളർത്തുന്ന അങ്ങനത്തെ ഒരുപാട് ചെടികൾ കൊണ്ടുവന്നു. അപ്പം നമുക്കതൊന്നും നാശാക്കി കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെയുള്ള കുറച്ച് പേർക്കൊക്കെ അത് കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നു. ചെടി മാത്രം പോരല്ലോ, ചട്ടികളൊക്കെ വേണ്ടേ. അങ്ങനെ പഴയ ചട്ടികളൊക്കെ തപ്പി പിടിച്ചെടുത്തു. നമുക്കിവിടെ മണ്ണ് കിട്ടാൻ വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാണുന്ന ഗ്രീൻ ബക്കറ്റില്ലേ, അതിനകത്ത് ഞാൻ പച്ചക്കറി വേസ്റ്റ് ഒരു ലെയർ ഇടും, എന്നിട്ട് കുറച്ച് മണ്ണിടും, വീണ്ടും അടുത്ത ലെയർ ഇടും, പിന്നെ ഉണക്കയിലിടും. അങ്ങനെ ഇട്ട് വെച്ച് ഒരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. ആ മണ്ണാണ് ഞാൻ ഈ ചട്ടികളിലൊക്കെ നിറയ്ക്കുന്നത്. പിന്നെ പഴയ ചട്ടികളിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഓരോരുത്തർക്കും അവരവരുടേതായ ഐഡിയ ആണല്ലോ. പിന്നെ ആ കാണുന്ന കവറിൽ കുറച്ച് ചാണകപ്പൊടി ഉണ്ടായിരുന്നു, അതും കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. കൂടുതലും മണി പ്ലാന്റ് ആണ് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇത്ര ചെടികളൊക്കെ എനിക്ക് കിട്ടാൻ കാരണം എൻ്റെ കുട്ടികളുടെ പാരൻസ് ആണ് കേട്ടോ. അവർ നമ്മൾ ചോദിച്ച വഴിക്ക് ഒരുപാട് ചെടികൾ കൊടുത്തു വിട്ടു. ഇതിൽ കുറേ ചെടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്, എന്നാലും വീണ്ടും കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇപ്പം നിങ്ങൾക്ക് തോന്നും ക്ലാസ്സിലോട്ട് തന്നുവിട്ട ചെടികൾ വീട്ടിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ വെക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ ചെടികളൊന്നും നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല. ഹാങ് ചെയ്തിട്ടുന്ന കുറച്ച് ചെടികൾ മാത്രമേ നമുക്ക് അവിടെ വെക്കാൻ പറ്റുള്ളൂ. ഇലയിൽ തുളയുള്ള ചെടി എന്നാണ് ഈ ചെടീനെയൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിരുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള പേര് പറഞ്ഞാൽ നമ്മുടെ വായിൽ വെള്ളി വീഴും. കാര്യം കുറച്ച് പണിയൊക്കെ കിട്ടിയെങ്കിലും ഈ ചെടികളൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ ചട്ടികളൊക്കെ നമുക്ക് നിറയ്ക്കാൻ പറ്റി. വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ ഇത്രയധികം പണിയിലായിട്ട് ഇരിക്കുന്നത്. കാരണം നമുക്ക് എന്നും വർക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് സമയം കിട്ടാറില്ല. പിന്നെ സമയം കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ ചെടിയും കിട്ടാറില്ല. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു പണി തുടർന്നുകൊണ്ടിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇലച്ചെടികളാണ് കൂടുതലും, പൂച്ചെടികൾ അധികമില്ല. പൂച്ചെടികളൊക്കെ ഞാൻ പണ്ട് വെച്ചിരുന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ആ പരിപാടി അങ്ങോട്ട് മാറ്റി. അടുത്ത ടാസ്ക് എന്താണെങ്കിൽ ഈ ചെടികളൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി വെക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെടികളൊക്കെ അത്യാവശ്യം വളർന്ന് വലുതായിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം കട്ട് ചെയ്ത് ഒതുക്കി വെക്കാം കേട്ടോ. ഇപ്പം നമ്മൾ വെച്ച ചെടികളൊക്കെ ഒന്ന് കയറ്റി സ്റ്റാൻഡിലൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാ ചെടികളൊന്നും ഇല്ല കേട്ടോ. ചില ചെടികളൊക്കെ സെയിം പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അതേ സെയിം ചട്ടിയിൽ തന്നെ നമ്മൾ ഒതുക്കി വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആക്കിയെടുത്തു. ഇപ്പം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ചട്ടികളൊക്കെ ഒതുക്കി വെച്ച് തീർന്നു കേട്ടോ. ഇനി എൻ്റെ സ്റ്റോക്കിലുള്ള കുറച്ച് ചെടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സ്നേക്ക് പ്ലാന്റ്, CC പ്ലാന്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വീണ്ടും കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചട്ടി സംഘടിപ്പിച്ച് അതിൽ തന്നെ വീണ്ടും വെക്കും. ഇവിടെ ഹാങ് ചെയ്തിട്ടാണ് ചെടികൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനപ്പം ഹാങ് ചെയ്തിട്ടാണെന്ന്. അത് എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ വെക്കുന്നതാണ് കേട്ടോ. ചിലപ്പോൾ അത് താഴെ വെക്കും, ചിലപ്പോൾ അങ്ങോട്ട് കയറ്റി വെക്കും. ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ചെടികളൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അതുപോലെ മഴ വന്നാലും അതൊരു പ്രോബ്ലം ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് സെറ്റായിപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചെടികൾ നോക്കുന്നത്. വീട്ടിൽ വരുന്ന പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഇവിടെ എന്താ മൊത്തം ഇലച്ചെടികളാണല്ലോ എന്ന്, പൂക്കളൊന്നും ഉണ്ടാവുന്നില്ല എന്നൊന്നും. അത് പൂക്കളെ ഇഷ്ടമില്ലാണ്ടല്ല കേട്ടോ. കാരണം നമ്മൾ എത്ര പിടിപ്പിച്ച് കഴിഞ്ഞാലും അത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്പോൾ പിന്നെ പതിയെ ആ ഒരു ഓപ്ഷൻ മാറ്റി ഇലച്ചെടികളാക്കി. ഇത് നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് നിറച്ച് ഇലകളൊക്കെ ആയി നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ചെടികളുടെ പേര് ചോദിച്ചാൽ ഞാൻ കഷ്ടത്തിലാവും കേട്ടോ. ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല, ആരെങ്കിലുമൊക്കെ കൊണ്ടുതരും. അപ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ നമ്മളങ്ങനെ സെറ്റാക്കി വെച്ച് പോകുന്നു. ഇത് പിന്നെ പറയണ്ടല്ലോ, താമരയാണ് നല്ല വെയിലുള്ളിടത്ത് വെക്കാൻ പറഞ്ഞിട്ട് സ്കൂളിലെ ഒരു പാരൻറ്റ് തന്നതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നമുക്ക് പറ്റാവുന്ന തരത്തിലൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് കൊതുക് വരാനാണോ ഈ കണ്ട ചെടികളൊക്കെ വെച്ചതെന്ന്. അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇതിനോട് നമുക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മളതങ്ങനെ സെറ്റായി വയ്ക്കുന്നു. ഈ കാണുന്ന ബോട്ടിലൊക്കെ കൊറോണ സമയത്ത് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്തതാണ്. അന്നൊക്കെ ഒരു ട്രെൻഡായിരുന്നു. ഇപ്പം അതിലൊക്കെ നമ്മൾ ചെടികളിട്ട് വയ്ക്കാൻ തുടങ്ങി. ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. അവസാനം ഇപ്പോൾ അത് CC പ്ലാന്റും മറ്റു ചെടികളൊക്കെ കൊണ്ട് നിറഞ്ഞു. ചെടികളുടെ പണികളൊക്കെ തീർത്ത് നമ്മൾ അകത്ത് കയറിയപ്പോഴാണ് നല്ല തലവേദന. കുറേ നാളായിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്തതുകൊണ്ടാവാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ബാമ്പ് പുരട്ടി കഴിഞ്ഞപ്പോൾ ആവി പിടിക്കാനിരുന്നു. നോർമലി നല്ല മടിയുള്ളൊരു പരിപാടിയാണ് ഈ ആവി പിടിക്കൽ, എന്നാലും തലവേദന മാറണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആവി പിടിക്കാനിരുന്നു. അപ്പോൾ നമുക്കൊരു തലക്കനം കുറഞ്ഞു കിട്ടിയായിരുന്നു. തലവേദന മാറാനായിട്ട് അടുത്തൊരു നല്ല മാർഗ്ഗം കട്ടൻ ചായ കുടിക്കലാണ്. അത് നമ്മുടെ ലിസ്റ്റിലുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കി. ചായക്ക് എന്തെങ്കിലും കടി വേണ്ടേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മിൽക്ക് റസ്ക്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയാമെന്നറിയില്ല. ഇത് ചായയുടെ കൂട്ടത്തിലും ചായ ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് തിന്നാറുണ്ട്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ടാസ്ക് ഓർമ്മ വന്നത്. രാവിലെ തന്നെ മെഷീനിൽ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആഴ്ചയിൽ 5 ദിവസം യൂണിഫോം ചുരിദാറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കോട്ടിടും.
അപ്പോൾ 6ാമത്തെ ദിവസം നമുക്കിഷ്ടമുള്ള നമ്മുടെ സ്വന്തം ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വിഷുവിൽ നിന്ന് ഈ ഡ്രസ്സുകളൊക്കെ നമ്മൾ പുറത്തേക്ക് ഇട്ടു. ഇനി നമുക്കിതൊക്കെ കൊണ്ടുപോയി മുകളിൽ വിരിച്ചിടണം. അപ്പോഴാണ് അടുത്ത ടാസ്ക്. അതായത് കുറച്ച് ചവിട്ടികളൊക്കെ നമ്മൾ കഴുകാൻ വെച്ചിരുന്നു. ഈ ചവിട്ടികളൊക്കെ നമുക്ക് കഴുകി തീർക്കണം. ഈ ചവിട്ടികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ ചെയ്തൊരു കാര്യം പറയുമ്പോൾ. അപ്പം ഇത് കഴുകാനും നമുക്ക് വളരെ ഈസിയാണ്. വേസ്റ്റ് തുണി വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ചുരിദാറോ ഷർട്ടോ സ്കേർട്ടോ എന്ത് കിട്ടി കഴിഞ്ഞാലും. പണ്ടൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുറേ നേരം മെനക്കെട്ടിരുന്ന് മെടഞ്ഞ് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പം അതിന് പകരമായിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചവിട്ടി ഉണ്ടാക്കാം അത് ഞാൻ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അത്ര ഈസിയിലായിട്ട് ഞാൻ ഇപ്പം ചെയ്യുന്നത് ചവിട്ടി ചെയ്യുന്നത്. ഇത് 2 പ്രത്യേകതയുണ്ട് കേട്ടോ. ഒന്നാമത് നമുക്ക് പറയാം നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് പറയാം, നമുക്ക് വേറെ ചിലവില്ല. രണ്ടാമത്തെ കാര്യം, ഇത് കുറേ നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറേ കാലം ഇത് കേടാവാതെ നിൽക്കും. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ കഴുകുന്നത്, ഈ വീട്ടിൽ അലക്കുകല്ലൊക്കെ ഇല്ലേ എന്ന്. അലക്കുകല്ല് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഞാൻ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട്. അതും അധികം അഴുക്കൊന്നുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ കഴുകാം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്ന് കഴുകുന്നത്. നമ്മുടെ പണി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടോ. ഇനി ഇത് നമുക്ക് മുകളിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടണം. മുകളിലിട്ട 2ൻ്റെ ഗുണം നമുക്ക് സാവധാനത്തിലെടുത്താൽ മതി. പിന്നെ അത് അവിടെ കിടന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടോ. ഇവിടെയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരൊറ്റ തുണി പോലും ഇപ്പം ഇല്ല. ദാ ഇപ്പം നോക്കിക്കോളൂ, ഇതൊക്കെ നിറഞ്ഞ് കവിയും. അതിന് മാത്രം തുണികളുണ്ട്. ഇവിടെ തുണികളിട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. കാരണം നല്ല ചൂടാണ്. മഴ പെയ്ത് കഴിഞ്ഞാലും ഇത്തിരി നേരം കഴിയുമ്പോഴേക്കും വീണ്ടും വെയിലുദിക്കും. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഒരു ദിവസം നമ്മളിവിടെ ഇട്ട് ഈവനിങ് ആകുമ്പോഴത്തേനും നമുക്കത് റൂമിലേക്ക് എടുത്തിടാൻ പറ്റും. നമ്മുടെ തുണികളൊക്കെ നല്ല ക്ലീനായിട്ട് ഉണങ്ങി കിട്ടും. നിങ്ങൾക്കൊരു കുഞ്ഞൂസിനറിയോ? പണ്ടത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞൂസിൻ്റെ വീടാണ് തൊട്ടിപ്പുറത്ത് കാണുന്നത് കേട്ടോ. അവരിപ്പോൾ ഇവിടെ ഇല്ല, അവരിപ്പോൾ ദുബായിൽ സെറ്റിൽഡാണ്. വല്ലപ്പോഴൊക്കെ വരും. കുഞ്ഞൂസ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള വീട്ടിലെ കുട്ടി. അവൾ മാത്രമല്ല കേട്ടോ, അവൾക്കൊരു നായ്ക്കുട്ടിയും കൂടിയുണ്ട്. എൻ്റെ പല വീഡിയോയിലും ആ നായ്ക്കുട്ടീനെയും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. നായ്ക്കുട്ടികൾക്ക് നമ്മളോട് നല്ല സ്നേഹമായിരിക്കും അല്ലേ. അതിനിങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വന്നാൽ റൂമിലൊക്കെ ഒന്ന് ഓടിക്കൊണ്ട് നടക്കും. ഒരു ചെറിയ ബിസ്ക്കറ്റ് കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പിയാണ്. തുണികളൊക്കെ വിരിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഈ ചവിട്ടികളൊക്കെ വിരിച്ചിടാന്നത്. ഇത് ഞാൻ ഈ സൈഡിലാണ് ഇടുന്നത്. 2 ദിവസം കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനായിട്ട് ഉണങ്ങി കിട്ടും. 1 2 3 4 8 ചവിട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണോ എന്ന്. അല്ല, ഇത് നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. അങ്ങനെ ഒരുമിച്ച് കഴുകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ കാണുന്ന ആ സൈഡിലുള്ള വീടാണ് കുഞ്ഞൂസിൻ്റെ വീട്. അതിൻ്റെ അപ്പുറത്ത് ഒരു വീടും കൂടി ഉണ്ട്, 2ാമത്തെ വീട്. ഇനി ഈ ഗ്രീൻ കളറിലുള്ള വീട് 3ാമത്തെ വീട്. ഇനി നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു വീട്, 4 വീട്. ഇങ്ങനെ നമ്മൾ തൊട്ടടുത്തായിട്ട് 4 വീടുകളുണ്ട്. ഈ വീഡിയോ ഇവിടെ തീരാണ് കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.